വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കമൻ്റാണ്. BJP പറയുന്നത് മനസ്സിലാക്കാൻ കാരണം വെച്ചാൽ അവരെന്നും പറഞ്ഞുകൊണ്ടായിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? മാർക്സിസ്റ്റ് പാർട്ടി ലീഗുമായിട്ട് ഒന്നിച്ച് ഭരിച്ചിട്ടില്ലേ, ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടില്ലേ? മുസ്ലിം ലീഗ് അവരുടെ പ്രവർത്തനത്തിൻ്റെ മഹത്വം ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. സമുദായ സൗഹാർദ്ദത്തിനും ഏറ്റവും സാഹോദര്യത്തോടു കൂടി നമ്മുടെ നാട്ടിലെ സമാധാനം നിലനിർത്താനും ഒക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇന്ന് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ തന്നെ അവർ ആ രംഗങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവർ കേരളത്തിലെ സമുദായ സൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ സംഭാവനകൾ പലപ്പോഴും പ്രശംസയ്ക്കിടയായിട്ടുണ്ട്. ബാബറി മസ്ജിദ് അവർ തകർത്തപ്പോൾ കേരളത്തിൽ എന്ത് നടക്കും, എന്താകുമെന്ന് സംശയിച്ചവരുണ്ട്, ഭയപ്പെട്ടവരുണ്ട്. അന്ന് പാലക്കാട് തങ്ങളുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. അവരുടെ ആ നേതൃത്വം എടുത്ത നിലപാട് ഇവിടെ ശാന്തത കൊണ്ടുവരാൻ സാധിച്ചു. കേരളം ഒരിക്കലും മറക്കത്തില്ല. BJPയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ഒരു യാഥാർത്ഥ്യബോധത്തോടും കൂടിയിട്ടുള്ള സംഗതിയല്ല. 5 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് കൃഷിക്കാർക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതെ ഇപ്പം കൃഷിക്കാർക്ക് വേണ്ടി പ്രകടന പത്രികയെക്കുറിച്ചാൽ ആര് വിശ്വസിക്കും? കഴിഞ്ഞ പ്രാവശ്യം 15 ലക്ഷം രൂപ ജനങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരാൾക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതല്ല, എന്തുകൊണ്ട് അത് കൊടുക്കാൻ സാധിച്ചില്ലെന്ന് പറയാൻ പോലും അദ്ദേഹം ഒരു മര്യാദ കാണിച്ചിട്ടില്ല. അങ്ങനൊരു നരേന്ദ്രമോദി പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഏക സിവിൽ കോഡ് ഞാൻ പറഞ്ഞു, അതൊക്കെ സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കാൻ വേണ്ടി, സംഘർഷമുണ്ടാക്കാൻ വേണ്ടി, വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ ഒന്നിപ്പിക്കാനും രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും വിടവുണ്ടെങ്കിൽ ആ വിടവ് നികത്തി 2 കൈ നീട്ടി എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ആളാണ്. ഇവിടെ പരാജയങ്ങളുടെ കൂമ്പാരമായിട്ട് മാറിയിട്ടുള്ള, വാഗ്ദാന ലംഘനങ്ങളുടെ കൂമ്പാരമായിട്ട് മാറിയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി നിലനിൽക്കുന്നത് ആളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. ഇപ്പം ഈ പ്രകടന പത്രികയും അതിലേക്ക് തന്നെയാണ്. 5 കൊല്ലം അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടം പറയട്ടെ. പരസ്യം കൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ? നമ്മുടെ സമ്പദ്ഘടന എന്തായി? ഞാനിവിടെ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് നോക്കിയേ. ഏതെങ്കിലും കച്ചവടക്കാരനോട് ചോദിക്കുക, ഏതൊരു കൊച്ചു വ്യവസായിയോട് ചോദിക്കുക. ഇന്ത്യയിൽ ഓരോ വർഷവും 2 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 5 കൊല്ലം കൊണ്ട് 10 കോടി. എവിടെ? പകരം ലക്ഷക്കണക്കിന് ചെറുകിട യൂണിറ്റുകൾ പൂട്ടിയിരിക്കുക. വിലക്കുറവിന്റെ വിസ്മയങ്ങളുമായി നാമിയ വെഡിംഗ് സെന്റർ, ചേണ്ടി, ഓൾസോ അറ്റ് എടവണ്ണപ്പാറ.